ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ദേശീയ നേതാക്കൾ കേരളത്തിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൊച്ചിയിലെത്തും. രാഹുൽ ഗാന്ധി നാളെ വയനാട്ടിൽ. മുഖ്യമന്ത്രിയുടെ പ്രചാരണം നാളെ തൃശൂരിൽ. യുവശക്തി, സ്ത്രീശക്തി, കർഷകർ, പാവപ്പെട്ടവർ എന്നിവർക്ക് പരിഗണന നൽകുന്നതാണ് BJP പ്രകടന പത്രികയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. താങ്ങുവില, പണപ്പെരുപ്പം, തൊഴിൽ സൃഷ്ടി തുടങ്ങിയ വിഷയങ്ങളിൽ പത്രിക മൗനം പാലിക്കുന്നുവെന്ന വിമർശനവുമായി കോൺഗ്രസ്. ഇസ്രായേലും ഇറാനും നയതന്ത്ര പാതയിലേക്ക് മടങ്ങണമെന്ന് ഇന്ത്യ. ഇറാൻ പിടിച്ചെടുത്ത ചരക്ക് കപ്പലിലെ ജീവനക്കാരെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി വിദേശകാര്യ മന്ത്രാലയം. ഐശ്വര്യത്തിന്റെയും കാർഷിക സമൃദ്ധിയുടെയും സന്ദേശവുമായി മലയാളികൾ വിഷു ആഘോഷിച്ചു. ഗുരുവായൂർ, ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക്. IPL ക്രിക്കറ്റിൽ ലക്നൌവിനെതിരെ കൊൽക്കത്തയ്ക്ക് ജയം. ISL ഫുട്ബോളിൽ ഗോവ ചെന്നൈ പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടേറുന്നു. വോട്ടെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ദേശീയ നേതാക്കളെ അണിനിരത്തി പ്രചാരണം ഊർജിതമാക്കി പരമാവധി വോട്ടുകൾ സമാഹരിക്കാനുള്ള പരിശ്രമത്തിലാണ് മൂന്ന് മുന്നണികളും. NDA പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തും. രാത്രി 8:30 കൊച്ചി വിമാനത്താവളത്തിൽ എത്തുന്ന പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ കൊച്ചി നാവിക വിമാനത്താവളത്തിലേക്ക് പോകും. രാത്രി അദ്ദേഹം എറണാകുളം സർക്കാർ അതിഥി മന്ദിരത്തിൽ തങ്ങും. ഒരു റിപ്പോർട്ട്. നാളെ രാവിലെ കാർ മാർഗം തൃശൂരിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽപ്പെടുന്ന കുന്നംകുളം ചെറുവട്ടാനിയിൽ NDA സ്ഥാനാർത്ഥി ഡോക്ടർ TN സരസുവിന്റെ പ്രചാരണാർത്ഥം സംഘടിപ്പിച്ചിട്ടുള്ള പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യും. തുടർന്ന് തിരുവനന്തപുരത്തെത്തുന്ന പ്രധാനമന്ത്രി ആറ്റിങ്ങൽ, തിരുവനന്തപുരം മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികളുടെ പ്രചാരണാർത്ഥം കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൌണ്ടിൽ നടക്കുന്ന പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യും. തിരികെ കൊച്ചിയിലെത്തുന്ന അദ്ദേഹം ഉച്ചയോടെ ന്യൂഡൽഹിക്ക് മടങ്ങും. കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് NDA പ്രചാരണത്തിനായി വ്യാഴാഴ്ച സംസ്ഥാനത്തെത്തും. വയനാട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി നാളെയും മറ്റന്നാളും മണ്ഡലത്തിൽ പ്രചാരണം നടത്തും. രാഹുൽ ഗാന്ധിക്കായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ഈ മാസം 20-നും ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി 22-നും കേരളത്തിലെത്തും. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഇരിങ്ങാലക്കുട, തൃശൂർ, ഗുരുവായൂർ എന്നിവിടങ്ങളിൽ LDF പ്രചാരണത്തിനെത്തും. മറ്റന്നാൾ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ വടക്കാഞ്ചേരി, നെന്മാറ എന്നിവിടങ്ങളിലെ തിരഞ്ഞെടുപ്പ് യോഗങ്ങളിലും അദ്ദേഹം പങ്കെടുക്കും. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മറ്റന്നാൾ കാസർഗോഡ്, കണ്ണൂർ മണ്ഡലങ്ങളിൽ പ്രചാരണത്തിനെത്തും. പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്, CPI ജനറൽ സെക്രട്ടറി D രാജ എന്നിവരും വരും ദിവസങ്ങളിൽ തിരുവനന്തപുരം, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ LDF പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJPയുടെ പ്രകടന പത്രിക പുറത്തിറക്കി. ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് മുതിർന്ന നേതാക്കളായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, നിർമ്മല സീതാരാമൻ, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് പത്രിക പുറത്തിറക്കിയത്. BJPയുടെ 2024 തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക രാജ്യത്ത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വികസനം, സ്ത്രീക്ഷേമം, അടിസ്ഥാന സൗകര്യം എന്നിവയ്ക്ക് പത്രിക ഊന്നൽ നൽകുന്നു. ഏക സിവിൽ കോഡ്, ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്, വനിതാ സംവരണ നിയമം, 6G, ബുള്ളറ്റ് ട്രെയിൻ, മുദ്രാ വായ്പാ പരിധി 20 ലക്ഷം രൂപയാക്കൽ, 3 കോടി വീടുകൾ, പുരപ്പുറ സോളാർ പദ്ധതി എന്നിവ നടപ്പാക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു. സൗജന്യ റേഷൻ 5 വർഷത്തേക്ക് കൂടി തുടരുമെന്നും 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്നും വാഗ്ദാനമുണ്ട്. യുവശക്തി, സ്ത്രീശക്തി, കർഷകർ, പാവപ്പെട്ടവർ എന്നിവർക്ക് സമർപ്പിച്ചിട്ടുള്ളതാണ് BJP പ്രകടന പത്രികയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മധ്യപ്രദേശിലെ നർമ്മദാപുരം ജില്ലയിലെ പിപ്പരിയയിൽ ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതിനിടെ BJP പ്രകടന പത്രികയെ കുറ്റപ്പെടുത്തി കോൺഗ്രസ് രംഗത്തെത്തി. തൊഴിൽ നൽകുന്നതിനുള്ള പദ്ധതികൾ BJP പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് കോൺഗ്രസ് നേതാവ് സുപ്രിയ ശ്രീനേറ്റ് ആരോപിച്ചു. വിളകളുടെ കുറഞ്ഞ താങ്ങുവിലയ്ക്കുള്ള നിയമപരമായ ഉറപ്പ്, പണപ്പെരുപ്പം കുറയ്ക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ പ്രകടന പത്രിക മൗനം പാലിക്കുന്നുവെന്നും അവർ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളിൽ നിന്നും ജനകീയ പ്രശ്നങ്ങളിൽ നിന്നും പൂർണ്ണമായി അകന്നതായി കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി വാദ്ര. രാജസ്ഥാനിലെ ജലോറിൽ തിരഞ്ഞെടുപ്പ് യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം വിലക്കയറ്റമാണെന്നും അത് സംബന്ധിച്ച പരാതി കേൾക്കാൻ ആരും തയ്യാറല്ലെന്നും അവർ പറഞ്ഞു. BJP അഴിമതിക്കെതിരെ പോരാടുകയല്ലെന്നും പ്രതിപക്ഷത്തെ നിശബ്ദമാക്കുകയാണെന്നും ശ്രീമതി പ്രിയങ്ക ആരോപിച്ചു. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ 134 ജന്മവാർഷികത്തിൽ സ്മരണാഞ്ജലി അർപ്പിച്ച രാജ്യം.
അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലമായ ചൈത്യഭൂമിയിലും ബുദ്ധമതം സ്വീകരിച്ച നാഗ്പൂരിലെ ദീക്ഷാഭൂമിയിലും വിവിധ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. പാർലമെന്റ് അങ്കണത്തിലെ അംബേദ്കർ പ്രതിമയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ പുഷ്പാർച്ചന നടത്തി. ധീരതയ്ക്കും വിശിഷ്ട സേവനത്തിനുമുള്ള നാവികസേനാ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. ഗോവയിലെ നേവൽ ബേസ് INS ഹൻസയിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് വേണ്ടി നാവികസേനാ മേധാവി അഡ്മിറൽ R. ഹരികുമാറാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. ഇന്ത്യൻ ഓഹരി വിപണികളിൽ നിന്ന് ഓഹരികൾ വാങ്ങുന്നത് തുടർന്ന് വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകർ. ഏപ്രിൽ 3-ാം വാരവും വിദേശ നിക്ഷേപകർ വാങ്ങിയ ഓഹരികളുടെ മൂല്യം വിറ്റഴിച്ച ഓഹരികളെക്കാൾ കൂടിയ നിലയിലാണ്. ഈ മാസം ഇതുവരെ 13,347 കോടി രൂപയുടെ ഓഹരികൾ വാങ്ങിയെന്നാണ് കണക്ക്. മദ്യനയ കേസുമായി ബന്ധപ്പെട്ട EDയുടെ അറസ്റ്റിനെ ചോദ്യം ചെയ്ത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി നാളെ പരിഗണിച്ചേക്കും. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ഗുപ്ത എന്നിവരടങ്ങിയ 2-അംഗ ബെഞ്ചായിരിക്കും ഹർജി പരിഗണിക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായതിൽ ആശങ്ക പ്രകടിപ്പിച്ച് വിദേശകാര്യ മന്ത്രാലയം. മേഖലയിലെ സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയായ ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമാകുന്നതിൽ രാജ്യത്തിന് അതീവ ആശങ്കയുണ്ടെന്ന് മന്ത്രാലയം അറിയിച്ചു. സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും മേഖലയിലെ എംബസികൾ ഇന്ത്യൻ സമൂഹവുമായി അടുത്ത ബന്ധം പുലർത്തുന്നുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി. അക്രമത്തിൽ നിന്ന് പിന്മാറാനും നയതന്ത്രത്തിന്റെ പാതയിലേക്ക് മടങ്ങാനും ഇന്ത്യ ഇരു രാജ്യങ്ങളോടും ആവശ്യപ്പെട്ടു. സഹകരണ നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രാദേശിക സുരക്ഷ നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം അടിവരയിട്ട് ഗൾഫ് സഹകരണ കൌൺസിൽ സെക്രട്ടറി ജനറൽ ജാസിം മുഹമ്മദ് അൽ ബുദൈവി. എല്ലാ കക്ഷികളും സംയമനം പാലിക്കണമെന്നും പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നത് തടയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇറാന്റെ മിസൈൽ ആക്രമണത്തെ തുടർന്ന് 7 മണിക്കൂർ അടച്ചിട്ടതിനു ശേഷം ഇസ്രായേലിന്റെ വ്യോമാതിർത്തി വീണ്ടും തുറന്നു. ടെല്ലവീവിൽ നിന്ന് പുറപ്പെടുന്ന വിമാന ക്രമീകരണങ്ങൾക്കുണ്ടായേക്കാവുന്ന തടസ്സങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയ ശേഷമാണ് ഇസ്രായേലി എയർപോർട്ട് അതോറിറ്റി ഇക്കാര്യം അറിയിച്ചത്. ജോർദാൻ, ഇറാഖ്, ലെബനൻ എന്നീ രാജ്യങ്ങളും ഇന്ന് തങ്ങളുടെ വ്യോമാതിർത്തി വീണ്ടും തുറക്കുന്നതായി സംയുക്ത പ്രതികരണത്തിൽ പ്രഖ്യാപിച്ചു. ഇറാൻ പിടിച്ചെടുത്ത ചരക്ക് കപ്പലിലെ ജീവനക്കാരെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി ഇന്ത്യ. പൌരന്മാരുടെ മോചനത്തിന് ടെഹ്റാനിലെയും ഡൽഹിയിലെയും ഇറാന്റെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ വിദേശകാര്യ മന്ത്രാലയം വിഷയം ധരിപ്പിച്ചു. നാവികസേനയും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരുന്നു. ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേൽ ചരക്ക് കപ്പലിൽ ഉൾപ്പെട്ട കോഴിക്കോട് വെള്ളിപ്പറമ്പ് തേലംപറമ്പത്ത് ശ്യാംനാഥിന്റെ മാതാപിതാക്കളെ MPമാരായ MK രാഘവനും എളമരം കരീമും സന്ദർശിച്ചു. കപ്പൽ ജീവനക്കാരെ മോചിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ഇറാൻ അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് ഇരുവരും അറിയിച്ചു. ചരക്ക് കപ്പലിൽ മാനന്തവാടി പെറ്റംകോട് വീട്ടിൽ PV ധനേഷും പാലക്കാട് സ്വദേശി സുമേഷും അകപ്പെട്ടിട്ടുണ്ട്. ഐശ്വര്യത്തിന്റെയും കാർഷിക സമൃദ്ധിയുടെയും സന്ദേശവുമായി മലയാളികൾ വിഷു ആഘോഷിച്ചു. വിഷുക്കണി കണ്ടുണർന്നും കൈനീട്ടം നൽകിയും സദ്യ ഒരുക്കിയുമായിരുന്നു ആഘോഷങ്ങൾ. ഗുരുവായൂർ, ശബരിമല ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിൽ വിഷുക്കണി ദർശനത്തിന് വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന വയനാട് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് ഭക്തർ വിഷുക്കണി ദർശിച്ചു. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരുക്കിയ വിഷുക്കണി ദർശിക്കാൻ രാവിലെ 3 മണി മുതൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 8 വിക്കറ്റ് വിജയം. ലക്നൌ ഉയർത്തിയ 162 റൺ വിജയലക്ഷ്യം 2 വിക്കറ്റ് നഷ്ടത്തിൽ കൊൽക്കത്ത മറികടന്നു. 2-ാം മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടുന്നു. ടോസ് നേടിയ മുംബൈ ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. ISL ഫുട്ബോളിൽ ഗോവ FC ചെന്നൈയിൻ FC പോരാട്ടം. ഗോവയിലാണ് മത്സരം. കാനഡയിലെ ടൊറന്റോയിൽ നടക്കുന്ന കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റിൽ ഗ്രാൻഡ് മാസ്റ്റർ D. ഗുകേഷ് വിദിത് ഗുജറാത്തിയെ പരാജയപ്പെടുത്തി. വിജയത്തോടെ ഗുകേഷ് പുരുഷന്മാരുടെ പോയിന്റ് പട്ടികയിൽ റഷ്യയുടെ ഇയാൻ നെമ്പോനിയാച്ചിയോടൊപ്പം 1-ാമതാണ്. കേരളത്തിൽ ചൂട് തുടരുന്നു. ബുധനാഴ്ച വരെ 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് വേനൽ മഴയും തുടരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ദേശീയ നേതാക്കൾ കേരളത്തിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൊച്ചിയിലെത്തും. രാഹുൽ ഗാന്ധി നാളെ വയനാട്ടിൽ. മുഖ്യമന്ത്രിയുടെ പ്രചാരണം നാളെ തൃശൂരിൽ. യുവശക്തി, സ്ത്രീശക്തി, കർഷകർ, പാവപ്പെട്ടവർ എന്നിവർക്ക് പരിഗണന നൽകുന്നതാണ് BJP പ്രകടന പത്രികയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. താങ്ങുവില, പണപ്പെരുപ്പം, തൊഴിൽ സൃഷ്ടി തുടങ്ങിയ വിഷയങ്ങളിൽ പത്രിക മൗനം പാലിക്കുന്നുവെന്ന വിമർശനവുമായി കോൺഗ്രസ്. ഇസ്രായേലും ഇറാനും നയതന്ത്ര പാതയിലേക്ക് മടങ്ങണമെന്ന് ഇന്ത്യ. ഇറാൻ പിടിച്ചെടുത്ത ചരക്ക് കപ്പലിലെ ജീവനക്കാരെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി വിദേശകാര്യ മന്ത്രാലയം. ഐശ്വര്യത്തിന്റെയും കാർഷിക സമൃദ്ധിയുടെയും സന്ദേശവുമായി മലയാളികൾ വിഷു ആഘോഷിച്ചു. ഗുരുവായൂർ, ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്ക്. IPL ക്രിക്കറ്റിൽ ലക്നൌവിനെതിരെ കൊൽക്കത്തയ്ക്ക് ജയം. ISL ഫുട്ബോളിൽ ഗോവ ചെന്നൈ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു.
അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.